ഹലോ സ്റ്റുഡൻസ്, ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകൾ. ഒരു സ്റ്റീൽ എന്താണെന്ന് കഴിഞ്ഞ തൊട്ട് മുന്നേയുള്ള പാർട്ടിൽ പറഞ്ഞു. അലോയ് ഓഫ് അയൺ ആൻഡ് കാർബണിൻ്റെയും അയണിൻ്റെയും അലോയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ബിലോ 2% ആണ്. 2% മാക്സിമം, അതാണ് എന്ത് കാർബണിൻ്റെ പേഴ്സൻറ്റേജ് ഉണ്ടാകാൻ പാടുള്ളൂ. ആ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് 2% കൂടുതലായാൽ അത് പിന്നെ മറ്റൊരു മെറ്റീരിയലായ കാസ്റ്റ് അയൺ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്റ്റീൽ ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഓപ്പൺ ഹെർത്ത് ഫർണസ്, ബെസമർ കൺവേർട്ടർ, LD പ്രോസസ്സ്. ഇങ്ങനെ 3 പ്രോസസ്സുകളാണ് സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. അതിൽ ഒന്നാമത്തെ നോക്കാം, ഓപ്പൺ ഹെർത്ത് ഫർണസ്. ഓപ്പൺ ഹെർത്ത് ഫർണസ് ആർ വൺ ഓഫ് എ number of kinds of furnace where excess carbon and other impurities are burned out of pig iron to produce steel. അത് പിഗ് അയൺ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന, അത് മൈനിങ്ങിലൂടെ എടുക്കുന്ന ആ മെറ്റീരിയൽ റിഫൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് പിഗ് അയൺ. ആ പിഗ് അയൺ എന്ന് പറയുന്നത് ആക്ച്വലി അതിൽ അയൺ ഉണ്ടായിരിക്കും, കാർബൺ ഉണ്ടായിരിക്കും, സൾഫർ, പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് സിലിക്കണ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ കൂടി ചേർന്നതാണ് ഈ പിഗ് അയൺ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അയണും കാർബണും മാത്രം. അതിൽ തന്നെ കാർബൺ പല അളവിലായിരിക്കും, കൂടുതലായിരിക്കും കാർബണിൻ്റെ അളവൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ കാർബണിൻ്റെ അളവിനെ നമ്മൾ എന്ത് ചെയ്യണം? 2% മാക്സിമത്തിലോട്ട് അതിനെ എത്തിക്കണം. 2% മാക്സിമം. അതിൽ താഴത്തോട്ട് കാർബണിൻ്റെ അളവിനനുസരിച്ചിട്ട് സ്റ്റീലിൻ്റെ ഓരോ പേരുകൾ മാറും. ലോ കാർബൺ സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, അതേപോലെ ഹൈ കാർബൺ സ്റ്റീല്, അങ്ങനെ ഒരുപാട് സ്റ്റീലിൻ്റെ പേരുകളുണ്ട്. അങ്ങനെ സ്റ്റീലിൻ്റെ അളവ്, സ്റ്റീലിൻ്റെ ഓരോ പേരുകൾ കാർബണിൻ്റെ അളവിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട കാർബണിൻ്റെ അളവ് എത്രയാണോ, സ്റ്റീൽ ഏതാണോ, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പിഗ് അയണിലുള്ള കാർബണിനെ നമ്മൾ ക്രമീകരിക്കുക. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓപ്പൺ ഹെർത്ത് ഫർണസിലൂടെ കാർബണിൻ്റെ അളവിന് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് ഓപ്പൺ ഹെർത്ത് ഫർണസ്. ഇത് ഒരു ഭൂമിയിലാണ് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഇത് വരുന്നത്. ഭൂമിയിൽ എർത്തിൽ കുഴിച്ചിട്ട് ആണ് ഇത് ഉള്ളിലാണ് വെക്കുക. ഇതാണ് എർത്തിൻ്റെ സർഫസാണ് ഈ കാണിച്ചിട്ടുള്ളത്. എർത്ത് സർഫസാണ് കാണിച്ചിട്ടുള്ളത്. ആ എർത്തിൻ്റെ അടിയിലായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട സിമ്പിളായിട്ടുള്ള ഡയഗ്രാം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രാം. ഇതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഫർണസ് വരുന്നത്. ഫർണസാണ് കത്തിക്കുന്ന ഭാഗം. ആ പിഗ് അയണിനെ കത്തിച്ചിട്ടാണ്, ബേൺ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മെയിനായിട്ടുള്ള ഫർണസ്. പിന്നെ അതിൽ 2 ഡോറ് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഫർണസിലോട്ട് കിടക്കാൻ വേണ്ടി ഇങ്ങനെയും പ്രവേശിക്കാൻ പറ്റും, ഇങ്ങനെ കിടക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലുകൾ കൊണ്ട് പടുത്തുണ്ടാക്കിയതാണ്. ബ്രിക്കുകൾ, കല്ലുകൾ ഉപയോഗിച്ചിട്ട് പടുത്തുണ്ടാക്കിയിട്ടുള്ള ഓരോ ഡോറുകളാണിത്. ഒരു പാസേജുകളാണ് കല്ല് ഉപയോഗിച്ചിട്ട്, ഇഷ്ടിക ഉപയോഗിച്ചിട്ട്. നമ്മൾ ഓട് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന തീച്ചൂളയല്ല, അതേപോലെ അങ്ങനെയുള്ള ഇഷ്ടിക ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഡോറുകളാണിത്. ആ ഡോറിൻ്റെ പേരാണ് റീജനറേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. പിന്നെ ചാർജിങ് ഡോറുകളുണ്ട്. അതിന് കൂടെ തന്നെ ചാർജിങ് ഡോർ, ഇങ്ങനെ ഒരു 3 ചാർജിങ് ഡോർ കാണാൻ പറ്റും. ഒരു 3 ചാർജിങ് ഡോറുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ചാർജിങ് ഡോർ എന്തിനാന്ന് വെച്ചാൽ, ആ ഫർണസിൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് വേണം? പിഗ് അയണിനെ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ?
ഈ ചാർജിങ് ഡോറിലൂടെ പിഗ് അയൺ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത ആ മെറ്റീരിയലിനെ പിഗ് അയൺ ആക്കി മാറ്റിയതിന് ശേഷം അതിനെ ഈ ഡോറിലൂടെ ഫർണസിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡോറാണ് എന്ത് ചാർജിങ് ഡോർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു ഇവിടെ കാണാൻ പറ്റും പാസേജ്, 2 പാസേജ് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പാസേജും ഉണ്ട്, അതേപോലെ ഇങ്ങനെ ഒരു പാസേജും ഉണ്ട്, കാണാൻ പറ്റും. ആ പാസേജ് ഡയറക്റ്റായിട്ട് ഒരു പൈപ്പ് ലൈൻ പോലെയല്ല, പകരം ഇവിടെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ടോ, ഇവിടെ ഇതൊരു വാൾവാണ്, ഇത് മറ്റൊരു വാൾവാണ്. ആ വാൾവ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ള പൊസിഷനിൽ വാൾവ് ഇപ്പോൾ ഇങ്ങനെയാണ് തുറന്നെടുക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ വാൾവ് ഉള്ളത്. അതിൽ ഇപ്പോൾ ഇങ്ങനെ പാസേജ് വരിക, ഇതിൽ എയർ ഇപ്പോൾ പാസേജ് വരെ ഇങ്ങനെ ആയിരിക്കും. വാൾവ് ഈ പൊസിഷനിലാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ പൊസിഷനിലാണ് വാൾവ് എന്നുണ്ടെങ്കിൽ, വാൾവ് നമ്മൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പുറത്തുനിന്നുള്ള എയർ നേരെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് വരും. അതേപോലെ ഒരു ഫ്യുവൽ നമ്മൾ ഉപയോഗിക്കും കത്തിക്കാൻ വേണ്ടി, അത് ഇതിലൂടെ തന്നെ കൊടുക്കൽ, അത് ഈ പാസേജിലൂടെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത് വാൾവ് ഇങ്ങനെ വെച്ചത് കൊണ്ട് ഒരിക്കലും ഗ്യാസ് ഇങ്ങനെ പോവില്ല, കാരണം ഇവിടെ ക്ലോസ്ഡ് ആണ്. അതേപോലെ എയറും അതേപോലെ ഇങ്ങോട്ട് പോവില്ല, കാരണം ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഇങ്ങോട്ട് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ വാൾവിനനുസരിച്ചിട്ട് മാറും. ഇനി വർക്കിംഗ് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, ടാപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ആ ഹോൾ എന്ന് വെച്ചാൽ സ്റ്റീൽ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റീലിന് പുറത്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോറാണ് ടാപ്പ് ഹോൾ. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, പിഗ് അയൺ ഈ ചാർജിങ് ഡോറിലൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കും. ചാർജിങ് ഡോറിലൂടെ ഈ ഫർണസിലോട്ട് ഇട്ട് കൊടുക്കും. ഫർണസിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വാൾവുള്ളത് ഈ പൊസിഷനിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ, ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ പൊസിഷനിലാണ് വാൾവ് ഉള്ളത്. ഓക്കെ, വാൾവ് ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. എന്നിട്ടോ ഇനി പുറത്തുനിന്നുള്ള എയറിന് ഇതിലൂടെ പാസ് ചെയ്യിക്കും. ഇങ്ങനെ വന്നിട്ട് നേരെ ചാർജിങ് ഡോറിലൂടെ ഇങ്ങോട്ട് പോകും. പിന്നെ ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ഉദ്ദേശിക്കുന്ന ഫ്യൂവലാണ്. കത്തിക്കാൻ എയറിൻ്റെ കൂടെ ഒരു ഫ്യൂവലും വേണമല്ലോ. അപ്പോൾ ആ ഗ്യാസ് ഇതിലൂടെ കടത്തി വിടും. അപ്പോൾ അത് ഈ പൈപ്പിൽ ഈ പാസേജിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റും, ഇങ്ങനെ കയറി വരും. ഓക്കെ, അങ്ങനെ ഈ പാസേജിലൂടെ ഇങ്ങനെ കയറി വന്ന് എയർ നേരെ ഇവിടെ എത്തും. അതേപോലെ തന്നെ ഫ്യൂവൽ നേരെ ഇതിലൂടെ ഇങ്ങനെ കയറി വന്ന് ഇവിടെ വെച്ച് കത്തിക്കും. ഇവിടെ വെച്ച് നമ്മൾ ഈ ഫ്യൂവലിനെ കത്തിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നേരത്തെ നിറച്ചിട്ടുള്ള പിഗ് അയണൊക്കെ കത്താൻ തുടങ്ങും. അങ്ങനെ കത്താൻ തുടങ്ങുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ പിഗ് അയൺ കത്തി ജ്വലിക്കുന്നതാണ് കാണുന്നത്. ആ പിഗ് അയൺ നമ്മൾ കത്തിക്കും. ആ കത്തിച്ചിട്ട് എത്ര കാർബണിൻ്റെ അളവ് എത്ര വേണം, അതിനനുസരിച്ച് അത്ര നേരം അതിനെ ക്രമീകരിക്കും. അത്ര നേരമായിരിക്കും ആ പിഗ് അയൺ കത്തിച്ച് വെക്കുന്നത്. അങ്ങനെ കത്തിച്ച് വെച്ചതിന് ശേഷം എന്ത് സംഭവം കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊരു എക്സോസ്റ്റ് ഉണ്ടാവുമല്ലോ, പുറന്തള്ളാൻ ഒരു സ്മോക്ക് ഉണ്ടാവും. ആ സ്മോക്ക് പിന്നെ നേരെ ഇതിലൂടെ അങ്ങോട്ട് വരും. ഇങ്ങനെ വന്ന് അതേപോലെ ഈ പാസേജിലൂടെ സ്മോക്ക് വരും. അങ്ങനെ സ്മോക്ക് വന്നിട്ട് ഇപ്പോൾ വാൾവ് എങ്ങനെയുള്ളത്, വാൾവുള്ളത് ഇതെങ്ങനെയാണല്ലോ, നേരത്തെ ഉള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സ്മോക്ക്, ഇതിൽ നിന്ന് വന്നിട്ടുള്ള സ്മോക്ക് നേരെ ഈ പാസേജിലൂടെ വന്ന് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് നേരെ പുറത്തോട്ട് അന്തരീക്ഷത്തിലോട്ട് പുറത്തോട്ട് അതിനെ കളയും. അന്തരീക്ഷത്തിലോട്ട് ഒരു ചിമ്മിനി ഉപയോഗിച്ചിട്ട് പുറത്തോട്ട് കളയും. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു ഏരിയയിൽ എന്താ സംഭവിച്ചത്, ഈ ഒരു ഏരിയയിൽ നിങ്ങളെ എക്സോസ്റ്റ് ഗ്യാസ്, നമ്മുടെ
എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ ഈ പാസേജിലൂടെ പാസ് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം ചൂടായില്ലേ. ഈ ഒരു കല്ല് എക്സോസ്റ്റ് ഗ്യാസ് പറഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഗ്യാസാണ് എക്സോസ്റ്റ് ഗ്യാസ്. അപ്പോൾ ആ എക്സോസ്റ്റ് ഗ്യാസ് എന്തായി, എക്സോസ്റ്റ് ഗ്യാസ് കാരണം ഈ കല്ലിലൂടെയാണ്, ഈ ഒരു പാസേജിലൂടെയാണ് പാസ് ചെയ്തത്. അത് കാരണം ആ ഒരു ഭാഗം ചൂടായി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ചൂടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം ചൂടായി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്, ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കാൻ നോക്കാം. നെക്സ്റ്റ് സ്റ്റേജിൽ ഇപ്പോഴും സ്റ്റീൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഇനി വീണ്ടും കത്തിക്കണം. നെക്സ്റ്റ് സ്റ്റേജിൽ ഈ വാൾവിനെ എങ്ങനെ എന്ത് ചെയ്യുന്നാരോ, ഈ വാൾവിനെ ഇവിടെ ഇങ്ങനെ ആക്കി വെക്കും. ഇപ്പോൾ നേരെ തിരിച്ചല്ലുള്ളത്. ഇപ്പോൾ വാൾവിനെ ഇതേപോലെ ഇങ്ങനെ ആക്കി വെക്കും, ഇങ്ങോട്ട് തിരിച്ചു വെക്കും വാൾവിനെ. അപ്പോൾ എന്ത് സംഭവിക്കും, വാൾവിനെ അങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ അടുത്ത് ഇനി എയർ എങ്ങനെ പോവുക, എയർ ഇങ്ങനെ പോയി ഇതിലൂടെയാണ് പിന്നെ എയർ പോവുക. പിന്നെ ഫ്യുവൽ ഇതിലൂടെ ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇവിടെ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, ഇവിടെ ചെയ്യേണ്ട ആവശ്യം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൂടെ പോയപ്പം ഈ ഒരു ഭാഗം എന്തായി മാറി, ഈ രണ്ട് സൈഡും ഈ രണ്ട് പാസേജ് നല്ല ചൂടായിട്ട് മാറി. അപ്പോൾ ആ ചൂട് ഇപ്പോൾ അതിനുണ്ട്. ആ ചൂടിലൂടെയാണ് ഇപ്പോൾ എന്ത് പോകുന്നത്, ഈ എയറും അതേപോലെ തന്നെ ഫ്യുവലും ഈ കല്ലിലൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്യണത്. ഇങ്ങനെ പാസ് ചെയ്യണം, ഈ ചൂടായിട്ടുള്ള കല്ലിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ പാസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നവരോ, ആ എയർ ചൂടാവും. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഹീറ്റ് കാരണം ഈ എയർ ചൂടാവും. അതേപോലെ ഫ്യുവലിനെയും ചൂടാവും. എന്ന് പറഞ്ഞാൽ പ്രീ ഹീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കത്തുന്നതിൻ്റെ മുന്നേ തന്നെ, അതായത് ഈ എയറും ഫ്യൂവലും കത്തുന്നതിൻ്റെ മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും. അതിന് ചൂടാക്കി കൊടുക്കുമ്പോൾ അത് നല്ല എഫിഷ്യൻ്റായിട്ട് കത്താൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, പ്രീ ഹീറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ആ ഫ്യൂവല് എയറും കൂടി ഇവിടെ വെച്ചിട്ട് കത്താൻ തുടങ്ങും. അങ്ങനെ കത്തിയിട്ട് വീണ്ടും സ്റ്റീൽ അത് ക്രിയേറ്റ് ചെയ്യും, കാർബണിൻ്റെ അളവിനെ ക്രമീകരിക്കും. ആ കാർബണ് എക്സോസ്റ്റ് ഗ്യാസ് നേരെ പിന്നെ ഇതിലൂടെ ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. ഇത് എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ വന്ന് ഇതിലൂടെ കയറി പുറത്തോട്ട് പോകും. അതേപോലെ ഇതിലൂടെ വന്നിട്ട് കയറി പുറത്തോട്ട് പോകും. അങ്ങനെ നേരെ ചിമ്മിനിയിലൂടെ പുറത്ത് കളയും. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങോട്ടാണല്ലോ പോയത്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നാക്കി ചൂടായി ഉണ്ടാവും. ഈ ഒരു ഭാഗം നേരത്തെ ചൂടായി പിന്നെ അടുത്ത സ്റ്റേജിൽ വാൾവിനെ ഇങ്ങനെ ഇപ്പോൾ കാണിച്ച അതേപോലെ തന്നെ വെക്കും. എന്നിട്ട് അപ്പോൾ പിന്നെ എയർ ഇങ്ങനെ വരും, ഫ്യൂവൽ ഇങ്ങനെ വരും, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാൾവിനെ തിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റീജനറേറ്റേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം. റീജനറേറ്റേഴ്സ് ഈ വാൾവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ റീജനറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്റ്റീല് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ടാവും. ഇതാണ് ഇപ്പോൾ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റീൽ നല്ല ചൂടായി നിൽക്കുകയാണ്. ഇനി ആ സ്റ്റീലിനെ എന്ത് ചെയ്യണം, പുറത്തോട്ട് ഈ ടാപ്പ് ഹോളിലൂടെ ഈ ഒരു വാൾവ് തുറന്നാൽ ആ സ്റ്റീൽ പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. എന്നിട്ടത് ഒരു പാത്രത്തിലോട്ട് മാറ്റും. എന്നിട്ട് പല ഷേപ്പിലുള്ള പ്രൊഡക്റ്റുകൾ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കാസ്റ്റിങ്ങിലൂടെ പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അടുത്തത് പ്രോസസ്സ് എന്ന് പറയുന്നത് ബെസമർ കൺവേർട്ടറാണ്. ബെസമർ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറ്റൊരു സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സാണ്. വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ അത്ര ഹൈറ്റുള്ള ഓരോ ഫർണസാണിത്. അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പിഗയണ് വേറെ എവിടെ നിന്നെങ്കിലും നേരത്തെ കാണിച്ച ഈ ഓപ്പൺ ഹെർത്ത് ഉണ്ടല്ലോ, ഈ ഓപ്പൺ ഹെർത്തിൽ നമ്മൾ പിഗയൻ്റെ ചെറിയ ചെറിയ സ്ക്രാപ്പുകൾ ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കിയിട്ട് ഉരുക്കുന്നത്. അതേസമയം ഈ ഓപ്പൺ ഹെർത്തിൽ വേറെ എവിടെന്നെങ്കിലും ഈ പിഗയൻ്റെ സ്ക്രാപ്പിനെ എവിടെയെങ്കിലും വെച്ച് ചൂടാക്കി അതിനെ ലിക്വിഡാക്കി മാറ്റിയതിൻ്റെ ശേഷം നേരെ അതെവിടെ കൊണ്ടുവന്ന് വെക്കുന്നവരോ, ഇതൊരു ഫർണസാണ്, ഒരു ഷെല്ല്
ഒരു സിലിണ്ടർ പോലത്തെ ഒരു ഷെല്ലാണ്. കാണിച്ചു ഇത് കണ്ടോ, ഇതേപോലെ ഇതാണ് ആ സംഭവം. ഇതിലോട്ടാണ് ഒരു സിലിണ്ടറാണ്, ഒരു കപ്പ് പോലെ. ആ കപ്പിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. ഇത് സ്റ്റീലാണ്, പുറമെ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സ്റ്റീലിൻ്റെ ഉള്ളിൽ കല്ല് ഉപയോഗിച്ചിട്ട് പടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഒരു ഷെല്ലാണ്. ആ സ്റ്റീൽ ഷെല്ലിൻ്റെ ഉള്ളിൽ കല്ല് ഉപയോഗിച്ച് ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ? അത്രയും ടെമ്പറേച്ചർ അതിനെ താങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? മോൾട്ടൺ പിഗ് അയൺ പറഞ്ഞല്ലോ, മറ്റെവിടുന്നെങ്കിലും ഉരുക്കിയിട്ട് മോൾട്ടൺ പിഗ് അയൺ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഹൈ പ്രഷറിൽ എയറിന് സപ്ലൈ ചെയ്യും. അങ്ങനെ സപ്ലൈ ചെയ്ത എയർ, ഹൈ പ്രഷറിലുള്ള എയർ നേരെ ഇതിലൂടെ വന്ന് അതിൻ്റെ താഴത്ത് കൂടി ഇങ്ങനെ മേലോട്ട് അതിനെ ഹൈ പ്രഷറിൽ ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടും. ഈ മോൾട്ടൺ പിഗ് അയണിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പിഗ് അയണിലുള്ള കാർബണ് ഈ എയറിലെ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതിങ്ങനെ പുറത്തോട്ട് പോകും. അതേപോലെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, അതും ഇതേപോലെ പുറത്തോട്ട് പോകും. പിന്നെ സൾഫർ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ആ സൾഫറും ഓക്സിജനും കൂടി ചേർന്ന് സൾഫർ ഡൈ ഓക്സൈഡ്, അതും പുറത്തോട്ട് പോകും. അതുപോലെ സിലിക്കൺ ഉണ്ട്, സിലിക്കൺ ഡൈ ഓക്സൈഡായിട്ട് അതൊക്കെ പുറത്ത് പോകും. അങ്ങനെ ഇവിടെ ചെയ്യുന്നത് ഈ പിഗ് അയണിൽ അടങ്ങിയിട്ടുള്ള കാർബണ്, സൾഫർ, സിലിക്കൺ തുടങ്ങിയിട്ടുള്ള അതേപോലെ മാംഗനീസ്, ഇങ്ങനെ പിഗ് അയണിൽ ഒരുപാട് കോമ്പൗണ്ടുകൾ കൂടി ചേർന്നിട്ടുണ്ട്. അതിനൊക്കെ ഈ എയർ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ, പിഗ് അയണിലൂടെ എയറിനെ ശക്തിയായ പ്രഷറിൽ കടത്തിവിടുമ്പോൾ ഇതൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഗ്യാസായിട്ട് പുറത്തോട്ട് പോകും. സൾഫർ ഡൈ ഓക്സൈഡായിട്ട് പുറത്തോട്ട് പോകും. സിലിക്കണും മാംഗനീസും ഒക്കെ അതിൻ്റെ ഓക്സൈഡുകളായിട്ട് പുറത്തോട്ട് അന്തരീക്ഷത്തിലോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു? ഇതിലുള്ള കാർബണിൻ്റെ അളവ് കുറയും, സൾഫറിൻ്റെ അളവ് ഒക്കെ കുറയും. അങ്ങനെ കുറയുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റീലായിട്ട് അത് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അതിന് പെട്ടെന്ന് ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ചെടുക്കുമ്പോൾ അത് വേഗം ഇതിൻ്റെ ഉള്ളിലൂടെ ഗ്യാസൊക്കെ പുറത്തോട്ട് ലീക്ക് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ മോൾട്ടൺ പിഗ് അയണിലുള്ള കാർബണിൻ്റെ അളവിനെ, അത് കാർബൺ കുറേ കത്തിപ്പോവുമല്ലോ, അങ്ങനെ കത്തിപ്പോകും, സൾഫറൊക്കെ കത്തിപ്പോവും. അപ്പോൾ ഇതിലുള്ള കാർബണിൻ്റെ അളവ്, സൾഫറിൻ്റെ അളവിനൊക്കെ അത് ക്രമീകരിക്കും. അങ്ങനെ നമുക്ക് വേണ്ട സ്റ്റീലായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് പ്രോസസ്സാണ് LD പ്രോസസ്സ്, അല്ലെങ്കിൽ ബേസിക് ഓക്സിജൻ പ്രോസസ്സ്. LD എന്ന് പറഞ്ഞാൽ ലിൻസ് ഡൊണാവിറ്റ്സ് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഇത് ബെസമർ പോലെ തന്നെ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഓക്സിജന് നേരത്തെ ഇതിൽ കൊടുത്തത് എങ്ങനെയാണ്? ഓക്സിജൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഇതിൽ സ്റ്റീൽ ഉണ്ടായല്ലോ, ഇനി സ്റ്റീലിനെ എങ്ങനെയാണ് പുറത്തെടുക്കുക? സ്റ്റീലിനെ പുറത്തെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ട്രൂണിയൻ കൊടുത്തിട്ടുണ്ട്. ട്രൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ജഗ്ഗിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്ന പോലെ സ്റ്റീലിനെ പുറത്തെടുക്കുക. ഇതുണ്ടോ, ഒരു ഗിയറിങ് അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലേ? ഈ ഒരു ഗിയറിങ് അറേഞ്ച്മെൻ്റ് കൊണ്ട് ഈ ഷെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് അതിനെന്ത് ചെയ്യാൻ മാറ്റാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു ട്രൂണിയൻ്റെ ആ സൈഡിലൂടെയാണ് ഇവിടെ എയർ കടത്തി വിട്ടിരുന്നത്. പക്ഷെ എന്നാൽ LD പ്രോസസ്സിൽ ഒരു ഓക്സിജൻ ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ട്യൂബാണിത്. ആ ട്യൂബിലൂടെയാണ് ഓക്സിജനെ ശക്തിയായ പ്രഷറിൽ കടത്തി വിടുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിഫ്രാക്ടറി ലൈനിങ്, സ്റ്റീലിൻ്റെ ഒരു ലൈനിങ് ഉണ്ട്. ആ ഒരു ഇതിലോട്ട് മോൾട്ടൺ പിഗ് അയണിനെ നിറക്കും. നിറച്ചിട്ട് ഹൈ പ്രഷറിൽ ഓക്സിജൻ ഈ പൈപ്പിലൂടെ കടത്തിവിടും. അപ്പോൾ ഈ ഓക്സിജന് ഇതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡായി മാറും, കാർബൺ മോണോക്സൈഡായി മാറും, സൾഫർ ഡൈ ഓക്സൈഡായി മാറും,
മാംഗനീസ് ഓക്സൈഡായി മാറും. അങ്ങനെ ഇതിലുള്ള കാർബണിൻ്റെ അളവിനെ ഇത് ക്രമീകരിക്കുന്നു. അങ്ങനെ ക്രമീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പുകപടലങ്ങളൊക്കെ ഇതിലൂടെയൊക്കെ പുറത്തോട്ട് പോകും. എന്നിട്ട് അവസാനം സ്റ്റീലുണ്ട്, ആ സ്റ്റീൽ ഈ ടാപ്പ് ഹോളിലൂടെ പുറത്തെടുക്കും. അതാണ് ഏകദേശം ബെസ്മറിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു ഓക്സിജൻ ലാൻസ് ഇവിടെ വന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിലുള്ളത്. Okay, thank you.